ചെറുതായി പോയ ഡിങ്കന് തന്റെ രൂപം തിരിച്ചു കിട്ടുന്നു. അതെങ്ങനെയാണെന്ന് അറിയണ്ടേ കൂട്ടുകാരെ? വരൂ കഥയിലേക്ക് പോകാം. എന്നാൽ ആ പുസ്തകം തുറക്ക്. തുറക്കുന്നു. ആഹാ, ഇതിൽ ചെറുതായി പോയ ഡിങ്കന്റെ രൂപം തിരിച്ചു കിട്ടാനുള്ള വഴിയുണ്ടല്ലോ. മനസമാധാനമായി. എന്നാൽ പെട്ടെന്ന് പറ കുഞ്ഞിക്കിളി. അത് നമ്മൾ ഈ വഴിക്ക് വരുമ്പോ കുറേ മരങ്ങളിൽ കുറച്ച് നിറങ്ങളുള്ള പഴങ്ങൾ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നല്ലോ. അതെ കുഞ്ഞിക്കിളി, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇത് നോക്ക്, പഴങ്ങൾ തൂങ്ങിക്കിടക്കുന്നു. വേണമെങ്കിൽ കഴിച്ചോ കുഞ്ഞിക്കിളി. അയ്യോ, എനിക്കിനി ഒന്നും വേണ്ടായേ. അതെ സാറാ, എനിക്കും ഓർമ്മയുണ്ട്. ആ പഴങ്ങളിൽ ഏതെങ്കിലും ഒരു പഴം കഴിച്ചാൽ ഡിങ്കന്റെ രൂപം തിരിച്ചു കിട്ടുമെന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഓ, അപ്പോൾ നമ്മൾ തിരിച്ചാ വഴിയിലേക്ക് പോകണമല്ലേ? പക്ഷെ വീണ്ടും മുതലക്കുളവും പാമ്പുള്ള പാറകളും ഒക്കെ ഉണ്ടല്ലോ. ഇനി എന്തു ചെയ്യും ഡിങ്ക? അതെ, അത് ശരിയാണല്ലോ സാറാ. അത് മാത്രമല്ല, അങ്ങോട്ട് കുറേ ദൂരമുണ്ടല്ലോ. ഈ പഴം പെട്ടെന്ന് കിട്ടാനിപ്പോ എന്താ വഴി? കുഞ്ഞിക്കിളി, നീ പറന്നു പോയി ആ പഴം എടുത്തു കൊണ്ടുവാ. അതൊരു സൂപ്പർ ഐഡിയ ആണ്. അങ്ങനെ കുഞ്ഞിക്കിളി പറന്നു പോവുകയും ആ പഴം എടുത്തു കൊണ്ടുവരികയും ചെയ്യുന്നു. കുഞ്ഞിക്കിളി പഴവുമായി എത്തിയല്ലോ. പെട്ടെന്ന് എത്തിയല്ലോ കുഞ്ഞിക്കിളി. വേഗം തായോ. അങ്ങനെ ഡിങ്കൻ ആ പഴം കഴിക്കുകയും ഡിങ്കന്റെ പഴയ രൂപം തിരിച്ചു കിട്ടുകയും ചെയ്യുന്നു. സന്തോഷമായി. ഇനി ഈ മാന്ത്രിക ലോകത്തിൽ നിന്നും എങ്ങനെ പുറത്തു പോകും? അതും ഈ പുസ്തകത്തിൽ കാണും, വായിച്ചു നോക്ക്. അത് ശരിയാണല്ലോ കുഞ്ഞിക്കിളി, നീ അതും ആ പുസ്തകത്തിൽ തന്നെ നോക്ക്. ശരി, നോക്കട്ടെ. വല്ലതും കിട്ടിയോ കുഞ്ഞിക്കിളി? നേരെ സൂര്യൻ അസ്തമിക്കുന്ന ഭാഗം നോക്കി നടക്കണം. അവിടെ ഒരു ചെറിയ ഗുഹയുണ്ട്. അതിലൂടെ പുറത്തു പോയാൽ നമ്മുടെ കാട്ടിലേക്ക് എത്താം. അങ്ങനെയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. എങ്കിൽ വരൂ, വടക്ക് നോക്കി നടക്കാം. മന്ദത്തരം പറയാതെ ഡിങ്ക, സൂര്യൻ അസ്തമിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ്. എങ്കിൽ രണ്ടാളും വരൂ, നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അങ്ങനെ അവർ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്നു. 20 minutes later. അതൊരു ഗുഹയല്ലേ? അതെ അതെ, വേഗം വായോ. അങ്ങനെ ആ ഗുഹ വഴി അവർ മാന്ത്രിക ലോകത്തിൽ നിന്നും പുറത്തു വരുന്നു. സമാധാനമായി. ഒരു കാപ്പി കുടിക്കട്ടെ. ഡിങ്ക, നമുക്ക് ആ പുഴയരികിൽ പോയി നല്ല മീൻ പിടിച്ച് തിന്നാം. പായോ? അപ്പോൾ ഞാനെന്ത് ചെയ്യും? നീ സസ്യബുക്കല്ലേ, പുല്ലും തിന്നുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇരുന്നോ, ഞങ്ങൾ പോയിട്ട് വരാം.